സഹോദരങ്ങളെ, ഇന്ന് ഫാദർ ഡോക്ടർ തോമസ് അമൈലിൻ്റെ ഒരു പ്രസംഗം കേൾക്കുവാനിടയായി. അതായത് വീഡിയോ ജോർജിയൻ TV അതാണ് പ്രക്ഷേപണം ചെയ്തത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ അധികാരമൊക്കെ കയ്യിലുണ്ടായിട്ട് എന്നൊക്കെയും വിശ്വാസികളുടെ പുറകെ നടന്ന് അവർ നന്മയിലേക്ക് നയിക്കുന്നല്ലോ എന്നുള്ളതാണ്. പോട്ടത് ഫാദർ ജോർജ് തോമസ് അമൈൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കുറച്ച് ഭാഗം ഞാൻ എടുക്കാം. പൗരോഹിത്യ ശുശ്രൂഷ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ഉത്തരവാദിത്വമല്ല എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ഇടയ പരിപാലനം എന്ന ആഴം ഉൾക്കൊണ്ട് ജനത്തിൻ്റെ സങ്കടങ്ങളിന്മേൽ വ്യാപരിക്കേണ്ടവനാണ് എന്ന എൻ്റെ അധികാരം നിങ്ങൾ നോട്ട് ചെയ്യണം. ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് എൻ്റെ അധികാരത്തെ മോചിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണം. നല്ല കാര്യം. അപ്പോൾ ആദ്യം തന്നെ ഈ അധികാരം എന്നുള്ള വാക്ക് എവിടെയാണ് ബൈബിൾ വന്നിരിക്കുന്നത് ഞാൻ പറയാം. യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ സകല ഭൂതങ്ങളെയും പുറത്താക്കുവാനും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ലൂക്കോസ് 9:1. അധികാരം എന്താണ്? ഇതേ പരിപാലനം എന്താണ്? അതായത് അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇടയ പരിപാലനം പുരോഹിതന്മാർക്ക് മാത്രമേ ഒക്കെ ഉള്ളൂ എന്ന് അധികാരമായിരിക്കാം. എന്തോ പിന്നെ എനിക്കൊരു സംശയം, ഇടയ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇടയ പരിപാലനം അതാണോ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് പരമ്പര പള്ളിയിൽ നിങ്ങളെല്ലാം കൂടെ കൂടി മീറ്റിംഗ് കൂടിയിൽ ഇടയ പരിപാലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നോ? ആടുകളെ മേയ്ക്കുന്ന മനുഷ്യന് അധികാരമല്ല, അവൻ്റെ ജോലിയാണ്. ദൈവം തൻ്റെ ആടുകളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ മേയ്ക്കുവാനാണ്, നന്മയിലേക്ക് നടത്തുവാനായിട്ട് നിങ്ങളെ ജോലി ചെയ്യിച്ചാൽ നിങ്ങൾ ഇന്നും അതിൻ്റെ ശമ്പളം പറ്റുന്നുണ്ട്. അതിൻ്റെ ശമ്പളം പിന്നെ ദൈവം തരുമെന്നുള്ള വിശ്വാസം നിൽക്കില്ല. ഇന്ന് നിങ്ങൾ മനുഷ്യരായി ആയതുകൊണ്ട് നിങ്ങളുടെ ചിലവിനും നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ശമ്പളവും കിമ്പളവും എല്ലാം മേടിച്ച് എന്നിട്ട് അധികാരം അവർക്ക്, അതായത് മാനസികമായ സംബന്ധം ഇടയ പരിപാലനം എന്ന ആഴം ഉൾക്കൊണ്ട് ജനത്തിൻ്റെ സങ്കടങ്ങളിന്മേൽ വ്യാപരിക്കേണ്ടവനാണ് എന്ന അധികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനത്തിൻ്റെ സങ്കടങ്ങളിന്മേൽ നിൻ്റെയൊക്കെ എവിടുത്തെ അധികാരമാണ് നീ ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, കള്ള പുരോഹിത വർഗമേ, നീയൊക്കെ കോവിഡ് സമയത്ത് എവിടെയായിരുന്നു? ഈ ഫാദർ അമൈൽ അവൻ്റെ തല എവിടെയായിരുന്നു? ചെവി എവിടെയായിരുന്നു? കണ്ണെവിടെയായിരുന്നു? അന്ന് കള്ളൻ കാതോലിക്ക ആക്കാനായിട്ട് തന്ത്രം വന്നുകൊണ്ടിരിക്കുന്ന ഫാദർ അമൈൽ. ഞാൻ പറഞ്ഞു തരാം. ഫാദർ അമൈലേ, താൻ ഈ ലോകത്തിലായിരുന്നു കോവിഡ് സമയത്ത്. തൻ്റെ ക്യാൻസർ കൊണ്ടുപോയ ബാവ ഉത്തരവിറക്കിയില്ലയോ? കൽപ്പന ഇറക്കിയില്ലയോ? പുരോഹിതന്മാർ, നമ്മുടെ സഭയിലെ പുരോഹിതന്മാർ, വിവാഹം കഴിച്ച പുരോഹിതന്മാർ അവരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും 2 വർഷത്തെ കോവിഡ് ഇൻഷുറൻസ് എടുത്തു. എന്നാൽ ആ കുളം പിടിക്കാത്തവന് ഇടവകയിലെ സഭയിലെ വിശ്വാസികൾ ജീവനോടിരിക്കണമെന്നുള്ള ചിന്തയില്ല. കോവിഡ് പ്രതിരോധിക്കാനുള്ള ഹോമിയോ ഗുളിക ഗവൺമെൻറ്റിന് സൗജന്യമായി കൊടുത്തത് പോലും മേടിച്ച് വിശ്വാസികൾ കൊടുക്കാൻ ഒരു ഇത് നടത്തിയില്ല. ഒരു വാക്ക്. എല്ലാ ഇടവകയിൽ കുളം പിടിക്കാത്ത എല്ലാവന്മാരുമുണ്ട്. അത് പള്ളിയുടെ സ്വത്ത് കട്ടുപിടിച്ച് തിന്നാനായിട്ടല്ല. എന്തുവാ അവിടെ പുരോഹിതല്ലോ? ആ മെത്രാൻ പറഞ്ഞത്
പുരോഹിതന്മാർക്ക് വീടുകളിൽ പുരോഹിതന്മാർക്ക് കല്യാണം കഴിച്ച പുരോഹിതന്മാർക്ക് ദേവാലയത്തിലെ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഭാര്യയും മക്കളെയും നോക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജോലിയാണ് പുരോഹിതന്മാർ മസ്കേമമാരെയും മക്കളെ നോക്കേണ്ട കടമയെന്ന്. എങ്കിലും ഇങ്ങോട്ട് രണ്ടെണ്ണത്തിന് പറഞ്ഞു വിടാൻ പോയായിരുന്നു മെത്രാനെ. വേണ്ട, അത് പോട്ടെ. ഞാൻ ചോദിക്കുന്നത് പുരോഹിതന്മാർക്ക് കഷ്ടപ്പാടുണ്ടാകരുത്. അതിനു വേണ്ടി പുരോഹിതന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തോ പണമല്ല വേണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ എന്തിനാ പണം? സാധാരണക്കാരന് വിശ്വാസത്തിലെ നിങ്ങൾ എന്ത് പരിപാലനം ചെയ്യുന്നു? അവരെ നിങ്ങൾ പരിപാലിക്കുന്നതിൻ്റെ പോക്കാണ്. ആ കോവിഡ് സമയത്ത് സാധാരണയായി കാതോലിക്കാതിനെ ഇഷ്ടമുള്ള തുക നമ്മുടെ വരുമാനത്തിൽ നിന്നുള്ള ഇട്ട് കൊടുത്താൽ മതി. ചിലർ 500 രൂപയിലും കൊടുക്കുമായിരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് കൂലി വരെ ചെയ്ത് കൊണ്ടിരുന്നവൻ എത്ര രൂപ ഇടണം? അവൻ്റെ സൗകര്യമുള്ളവരും അത് മതിയായിരുന്നു. അന്നായി കള്ളൻ കാതോലിക്ക ക്യാൻസർ അല്ല, അതിൻ്റെ അപ്പുറത്ത് കിടന്ന് നരയിക്കണം. അവനെ നരയിപ്പിച്ചത് അങ്ങനെയാ. അത് പോട്ടെ. അവൻ ഈ ഹോമിയോ ഗുളിക ഈ മേടിച്ചു കൊടുക്കാതെ 250 രൂപ കാതോലിക്കാൻ ചിലപ്പിരിവാക്കി മാറ്റി. കമ്പൽസറി. ഞാൻ കൊടുക്കുമോ? കൊടുക്കും. ഇവരൊക്കെ സൂഹിക്കാനായിട്ട്. പോട്ടെ. ഈ കാതോലിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസികളെ സംരക്ഷിക്കാത്ത ഈ കുണം പിടിക്കാത്ത പുരോഹിത വർഗം ഡോക്ടറേറ്റ് എടുക്കുന്നു. ഡോക്ടറേറ്റ് ഇല്ലെങ്കിൽ ഓർത്തഡോക്സ് പുരോഹിത വർഗത്തിൻ്റെ ഒരു നാണക്കേടാണ്. വാഴക്കൊല എഴുതി ഒരുത്തി ഡോക്ടറേറ്റ് എടുത്തു. ഇവർ ഏത് വിഷയം എടുത്താൽ ഡോക്ടറേറ്റ് എടുത്തത് എനിക്കല്ല. കാരണം ഏതായാലും ഡോക്ടർ ഫാദർ അമീൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് വിശ്വാസികളെ എങ്ങനെ പറഞ്ഞു വഞ്ചിക്കാമെന്നുള്ളതിലാണ്. അല്ലെ, ഫാദർ അമീൻ പുത്രികാവ് സെൻറ് മേരീസ് കത്തീഡ്രലുണ്ട് വികാരിയായിട്ട്. അവിടെ വിട്ടതിൻ്റെ ഉദ്ദേശം എന്താ? കാതോലിക്ക വിട്ടെങ്കിലും ഇപ്പോഴും കാതോലിക്കയുടെ പുറകെ നടക്കുകയാണ്. ദേവാലയത്തിൽ വരുന്നു, എവിടെ കാണുന്നു. പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും കൊള്ളാം. നിങ്ങൾക്ക് അധികാരം തന്നല്ലേ, ഇടയപാലനം അധികാരമല്ലേ, നിങ്ങളെ ജോലിയായിപ്പിച്ചേക്കുന്നത്. വിശ്വാസികളുടെ മേൽ അധികാരമല്ല നിങ്ങൾക്ക്, ഭൂതങ്ങളുടെ മേലാണ് നിങ്ങൾക്ക് അധികാരം. അവരെ പുറത്താക്കുവാൻ വിശ്വാസികളുടെ മേൽ എന്തധികാരമാണ് നിങ്ങൾക്കുള്ളത്? ആടുകളുടെ പേരിൽ നിങ്ങൾക്ക് എന്ത് അധികാരമാണ്? അധികാരമെന്ന് പറഞ്ഞാൽ അത് വേറെ ആരും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അവരെ സംരക്ഷിക്കുന്ന അധികാരത്തിൽ കൊണ്ട്. ആടുകളെ എവിടെ നോക്കും? നിങ്ങൾക്ക് അധികാരം. എനിക്ക് ഈ കുണം പിടിക്കാത്തവൻ്റെ അധികാരം പറഞ്ഞു കേട്ടാ. ഇവരൊക്കെ എവിടുന്ന് ഏത് സമയത്ത് ജനിച്ചവനാ? ഇടയപാലനം അധികാരം ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ഞാൻ ഫാദർ അമീൻ ചോദിക്കട്ടെ. യേശു ലോകത്തിൽ വന്നതിന് ശേഷം അതിനുശേഷമാണല്ലോ നീ ഇടയപാലനം പരിപാലനം എന്ന് പറഞ്ഞ് അധികാരം കിട്ടിയെന്ന് പറഞ്ഞത്. വേണ്ട, നിങ്ങളുടെ കാതോലിക്കയ്ക്ക് തോമസ് ലീഗ സിംഹാസനം കൊടുത്തോ? തോമസ് ലീഗ സ്ഥാപിച്ച സഭയാണ് ഓർത്തഡോക്സ് ഫാദർ അമീൻ. തനിക്ക് പറയാമോ? നീയൊക്കെ ഈ പുത്തകായപ്പള്ളിയിലും ദീപശികയും കൊണ്ട് വന്നപ്പം കാതോലിക്കാം തോമസ് ലീഗയുടെ സിംഹാസനം ഇരിക്കുന്നു, കാതോലിക്കാന്ന് വിളിച്ചു കേട്ടല്ലോ. നീയൊക്കെ ദൈവത്തെ വിളിക്കുന്നുണ്ടോ? ദൈവത്തെ ഓർക്കുന്നുണ്ടോ? അതെ, ദൈവത്തിൻ്റെ ജനനമാണെങ്കിലും ക്രൂശ് മരണമാണെങ്കിലും എല്ലാം ആ ചൊല്ലുകൾ ചൊല്ലി അതോടുകൂടി പുസ്തകം മടക്കി വെച്ച് ബാക്കിയെല്ലാം ആഘോഷങ്ങളും പരിപാടികളുമാണ്. നിങ്ങൾ കാതോലിക്കായ പൊക്കിക്കൊണ്ടിടക്കുക. ഈ കുളം പിടിക്കാത്തവൻ കഴിഞ്ഞ പരിമളത്തിലൂടെ പെരുന്നാൾ ബത്തേരി വന്ന കാറ് കണ്ടു. ഇവന് ഈ കാതോലിക്ക ആയില്ല എങ്കിൽ ഇങ്ങനൊരു കാറെ നടക്കാൻ പോവും. യേശു കഴുതപ്പുറത്താണ് പോയത്.
ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പുറകെ ഫർവോൻ വന്ന കുതിര കെട്ടിയ രഥത്തിന്മേലാണ്. എന്നാൽ യേശു പോയത് കഴുതപ്പുറത്തും. ആ യേശുവിൻ്റെ ശിഷ്യന്മാർ ഏറ്റവും മുന്തിയ കാറുകളിൽ സുഖിച്ച് യാത്ര ചെയ്യുന്നു. ഇവനൊക്കെ ഏത് മനുഷ്യ ഏത് വിശ്വാസിക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് ഇവൻ മനസ്സിലാക്കുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടി ബാബയുടെ ജന്മദിനം അല്ലെങ്കിൽ ബാബ ആയതിൻ്റെ അല്ല പട്ടം കൂടെ കിട്ടിയതിൻ്റെ ദിവസം ഒരു സമൂഹ വിവാഹം പോരായോ? അതും അവൻ്റെ കുടുംബം വിറ്റാ കൊടുത്തേക്കുന്നേ. ഞാൻ കൂടുതൽ പറഞ്ഞ ഫാദർ അമൈലി നിനക്ക് അധികാരം തന്നിട്ടുണ്ട്, നീ അധികാരം വെച്ചോണ്ട് ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്തോട്ട് വാ. നീ എന്നോട് പറയും, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്തില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിക്കുമെന്നുള്ള. ഇപ്പം നീ 1 2 പട്ടിക നനഞ്ഞത് അല്ലെങ്കിൽ 10 പട്ടിക നനഞ്ഞത് പണ്ടിലെ ഓടുകൾ മാറിയിട്ട് കുറച്ച് ഓടുകൾ മാറുന്നതിന് പകരം കംപ്ലീറ്റ് റൂഫിലെ ഓട് മാറുക, പട്ടിക മാറുക എന്നുള്ള പ്ലാൻ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നടക്കട്ടെ, ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ഞാൻ പള്ളി വരുന്നില്ല, ഞാൻ അറിയുന്നുണ്ട്, നീ ചെയ്യേ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? നിങ്ങൾ വന്നോ നോക്കിയോ, ചോദിച്ചോ? ആ കള്ളപ്പുരോഹിതൻ ജിജിയോട് ചോദിച്ചോ? ജിജിയെല്ലാം അവൻ്റെ പേര് ഓർക്കുന്നില്ല, കണ്ട വികാരിയുടെ അവൻ്റെ കഴപ്പ് കൊണ്ടാ അവൻ്റെയും സെക്രട്ടറി ട്രസ്റ്റി ഇവരാരൊക്കെ ഇത് ആലോചിച്ചാൽ ഈ പെയിൻ്റ് അടിക്കാൻ ഓട് പെയിൻ്റ് അടിക്കാൻ പോയെന്ന് എനിക്കറിയത്തില്ല. ആരാ പെർമിഷൻ കൊടുത്തത്? ഏതായാലും പണം മുറ്റാനുള്ള പരിപാടിയായിരുന്നു. സ്കൂളിലേക്ക് രക്തദീപം സ്കൂളിലേക്ക് ഒരു ബസ് മേടിച്ചു. ഒരു വിശ്വാസി 10 ലക്ഷം രൂപ കൊടുത്തു. ആ 10 ലക്ഷം രൂപ കൊടുത്ത് നല്ല ബസ് മേടിക്കരുതോ? അതും ഇടനിലക്കാരൻ വികാരിയ. ബസ് പോയി കണ്ടു. എത്ര രൂപ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല, അത് ചോദിക്കാൻ പറയാനൊന്നും ഞാൻ പുതിയ ഒന്നും പോകുന്നില്ല. ഞാൻ ഗസ് ചെയ്യാണ്. ഗസ് എന്ന് പറഞ്ഞാൽ ഗസ് ചെയ്തത് ശരി തന്നെയാണ്. ഒരു വണ്ടി നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ മെക്കാനിക്കനെ കൊണ്ടുപോയി വണ്ടി ചെക്ക് ചെയ്യിക്കും. എന്നാൽ ഇതങ്ങനല്ല. വണ്ടി കൊണ്ടുവരാൻ പോയപ്പോൾ വികാരിയും ഡ്രൈവറും ശിങ്കിടികളും എല്ലാം കൂടെ ഒരു മെക്കാനിക്കിനെ കൊണ്ടാണ് പോയത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതിന് റോഡ് പെർമിറ്റ് ഇല്ല. 15 വർഷം കഴിഞ്ഞ വണ്ടിയാണ്. അതിൻ്റെ ഗിയർ ബോക്സ് ശരിയല്ല. ഇവൻ്റെ അമ്മയുടെ എവിടെ നോക്കിയാ വണ്ടി മേടിച്ചത്? ഇവിടെ പോയി വീതമ്പ ശബരിമലയിൽ വലിയ കുളമാണെന്നെങ്കിൽ ഇവിടെ പലതുള്ളി പെരുവെള്ളം മോട്ടിച്ച് കീശിറക്കിയ പുരോഹിതവർഗം. ആയിക്കോട്ടെ, നിങ്ങളെന്തും ചെയ്തോ. എന്നാലും ഫാദർ അമൈൽ, നിന്റെ അധികാരം എവിടാണെന്ന് ഞാൻ ചോദിക്കുന്നു. ഇടേ പരിപാലനം അധികാരമാണോ? ആടുകളെ മേയ്ക്കുന്ന അധികാരമാണോ? ആടുകളിന്മേൽ നിനക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അതിനെ വേറെ ആരും അവകാശപ്പെട്ടാൽ അതല്ല. ഇത് എൻ്റെ ആടുകളാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മുതലാളിയുടെ ആടാണെന്ന് പറയാനും അതിനെ സംരക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അല്ലാതെ ഒരു പുല്ലും നിനക്കില്ലടാ ബൈരെ.